എല്ലാവർക്കും 4ാം ക്ലാസ്സിൻ്റെ പരിസര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ പ്രാവശ്യം നമ്മുടെ പുസ്തകം പുതിയ പുസ്തകമാണല്ലേ. എന്താണ് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ജീവികളും ചുറ്റുപാടും അല്ലേ. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ജീവികളും ചുറ്റുപാടും. ഇവിടെ ഫസ്റ്റ് പേജിൽ നല്ലൊരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എല്ലാവരും കണ്ടില്ലേ? എന്ത് ഭംഗിയാണ് കാണാൻ അല്ലേ. ഇവിടെ ഈ ചിത്രം കണ്ടിട്ടുള്ള ഒരു നിരീക്ഷണക്കുറിപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കത് വായിച്ചു നോക്കിയാലോ. പരിസര നിരീക്ഷണത്തിനായി ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തത് ആമ്പൽ കുളമാണ്. വയൽ വരമ്പിലൂടെ യാത്ര ചെയ്ത് കുളക്കരയിലെത്തി. കുളക്കരയിലെ മരത്തണലിൽ നിന്നായിരുന്നു നിരീക്ഷണം. നല്ല തെളിഞ്ഞ വെള്ളം. ആമ്പലുകൾ പൂവിട്ടു നിൽക്കുന്നു. ഏതാനും ജലസസ്യങ്ങളും പായലും മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളും മറ്റും വെള്ളത്തിൽ കാണാം. കുളക്കരയിൽ പുല്ലുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്നു. കുളക്കരയിലെ ഞാവൽ മരത്തിൽ കിളികൾ, അണ്ണാൻ, മരയോന്ത്, ചിലന്തി എന്നിവയും ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറുപ്രാണികളുമുണ്ട്. കുളത്തിൽ നിറയെ മത്സ്യങ്ങളുണ്ടായിരുന്നു. അവ ഇടയ്ക്കിടെ വെള്ളത്തിനു മുകളിൽ വന്ന് വായ് പിളർക്കും. തവള, വാൽമാക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ തുടങ്ങിയവയാണ് ആമ്പൽ കുളത്തിലെ മറ്റ് അന്തേവാസികൾ. കുളത്തിൽ ചെറുകല്ലുകളിട്ട് ഓളങ്ങളുണ്ടാക്കി ഞങ്ങൾ കളിച്ചു. കുളക്കരയിലെ കുളിർമയിൽ നേരം പോയത് അറിഞ്ഞതേയില്ല. നമ്മൾ നിരീക്ഷണക്കുറിപ്പ് വായിച്ചുല്ലേ. ഇത് ആരുടെ നിരീക്ഷണക്കുറിപ്പാണ്? റൈനയുടെ നിരീക്ഷണക്കുറിപ്പാണ് അല്ലേ. റൈനയുടെ നിരീക്ഷണക്കുറിപ്പ് വായിച്ചല്ലോ അല്ലേ നമ്മൾ. ഏതെല്ലാം ജീവികളാണ് കുളത്തിൽ കണ്ടത്? റൈന ഈ നിരീക്ഷണക്കുറിപ്പ് എഴുതിയപ്പോൾ ഏതൊക്കെ ജീവികളെയാണ് കുളത്തിൽ കണ്ടത് എന്ന് പറഞ്ഞല്ലോ അല്ലേ. ആരൊക്കെയാണ് കുളത്തിൽ കണ്ടത്? മത്സ്യങ്ങൾ, തവള, വാൽമാക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ എന്നിവയാണ് റൈന കുളത്തിൽ കണ്ടതല്ലേ. മരത്തിൽ കണ്ട ജീവികൾ ഏതൊക്കെയായിരുന്നു? കിളികൾ, അണ്ണാൻ, മരയോന്ത്, ചിലന്തി, ഉറുമ്പ്, പ്രാണികൾ എന്നിവയാണ് മരത്തിൽ കണ്ടതില്ലേ. എല്ലാ ജീവികൾക്കും വസിക്കാൻ സ്ഥലം ആവശ്യമില്ലേ? ഉണ്ടല്ലേ. എല്ലാ ജീവികൾക്കും ജീവിക്കാൻ എന്താണ് ഓരോ സ്ഥലമുണ്ടല്ലേ. ജലത്തിൽ വസിക്കുന്ന ജീവികൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയുമോ? അങ്ങനെ കരയിലും ജലത്തിലും ജീവിക്കുന്ന ജീവികളുണ്ട് അല്ലേ. ചില ജീവികൾക്ക് ജലത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് ജലത്തിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ, കരയിൽ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ കരയിലും ജലത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളുണ്ട്. എന്തുകൊണ്ടാണ് മത്സ്യങ്ങൾക്ക് കരയിൽ വസിക്കാൻ കഴിയാത്തത്? നിങ്ങളുടെ ഊഹം പറയൂ. എന്തുകൊണ്ടാണ്? മത്സ്യങ്ങൾ ജലത്തിലൂടെയാണ് ശ്വസിക്കുന്നത് അല്ലേ. അവർക്ക് ശ്വസനം നടത്തുന്നത് ജലത്തിലൂടെയാണ്. അവയെ പിടിച്ച് നമ്മൾ കരയിലിട്ട് കഴിഞ്ഞാൽ അവയ്ക്ക് ശ്വാസം കിട്ടാതെ പിടയുന്നത് നമുക്ക് കാണും അല്ലേ. ഒഴുകി നടക്കുന്ന വെള്ളത്തിൽ നീന്തി കളിക്കുന്ന ഒരു മീനിനെ പിടിച്ച് നമ്മൾ കരയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പിടയില്ലേ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പിടയുന്നത്? അതിന് ശ്വാസം കിട്ടുന്നില്ല. അത് അങ്ങനെ ശ്വാസം കിട്ടാത്തത് എന്താണ്? അത് വെള്ളത്തിലല്ലേ. അത് വെള്ളത്തിലാണ് ഇതിന് ശ്വസനം നടക്കുന്നത്. ജലത്തിൽ വസിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്? എന്തൊക്കെയാണ്? മത്സ്യം ജലത്തിലാണല്ലേ വസിക്കുന്നത്. അതിനെന്തൊക്കെ സവിശേഷതകളുണ്ട്? അതിന് ചിറകുകളുണ്ട് അല്ലേ. പലതരത്തിലുള്ള ചിറകുകളുണ്ട്. ആ ചിറകുകൾ വെച്ചിട്ടാണ് അത് വെള്ളത്തിലൂടെ നീന്തുന്നത് അല്ലേ, അത് സഞ്ചരിക്കുന്നത് അല്ലേ. പിന്നെയാണോ അതിൻ്റെ ശരീരം രണ്ടറ്റവും കൂർത്ത ശരീരമാണ്. അപ്പം അത് ജലത്തിൽ അതിന് അനായാസം സഞ്ചരിക്കാൻ കഴിയും അല്ലേ. അതിനൊരുപാട് ചിറകുകളുണ്ട്. അതിൻ്റെ ശരീരം എന്താണ്? രണ്ടറ്റവും കൂർത്ത ശരീരഭാഗം ആയതുകൊണ്ട് അതിന് വെള്ളത്തിൽ സഞ്ചരിക്കാനും വസിക്കാനും ഒക്കെ കഴിയും അല്ലേ. ഒരു മത്സ്യത്തിൻ്റെ ചിത്രം വരച്ചു നോക്കൂ. ഇവിടെ താഴെതാക്കണ ഒരു മത്സ്യത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. മത്സ്യത്തിൻ്റെ ആകൃതി എങ്ങനെയുള്ളതാണ്? രണ്ടറ്റവും കൂർത്ത ശരീരാകൃതിയാണ് മീനിനുള്ളത് അല്ലേ. ജലത്തിലൂടെയുള്ള സഞ്ചാരത്തിന് ഈ ആകൃതി എങ്ങനെ സഹായിക്കുന്നു? ഇത് വെള്ളത്തിലൂടെ എങ്ങനെ തുഴഞ്ഞു പോകുന്നതിന് ഈ രണ്ടറ്റവും കൂർത്ത ശരീരഭാഗം സഹായിക്കും. പിന്നെ എന്തിനാണ്? അതിനൊരുപാട് ചിറകുകളുണ്ട് അല്ലേ. വാൽച്ചിറകുകൾ, സൈഡിൽ ഒരുപാട് ചിറകുകളൊക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ അതിനെ വെള്ളത്തിലൂടെയുള്ള സഞ്ചാരത്തിന് സഹായിക്കുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ടല്ലേ വെള്ളത്തിലൂടെ തുഴഞ്ഞു നീങ്ങാൻ മീനിനെ സഹായിക്കുന്നുണ്ട്.
അപ്പോൾ മത്സ്യത്തിൻ്റെ ശരീരാകൃതി എങ്ങനെയാണ്? രണ്ടറ്റവും കൂർത്ത ശരീരാകൃതിയാണ് മീനിനുള്ളത്. ഇനി നെക്സ്റ്റ് പേജ് നോക്കൂ. വഞ്ചികളുടെ ആകൃതി നിരീക്ഷിക്കൂ. ഇവിടെ 2 വഞ്ചികളുടെ ചിത്രം തന്നിട്ടുണ്ടല്ലേ. ഒന്ന് വട്ടത്തിലുള്ളതാണ് അല്ലേ, ഒന്നിങ്ങനെ രണ്ടറ്റവും കൂർത്തിട്ടുള്ള വഞ്ചിയാണല്ലേ, തോണിയാണല്ലേ. ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് ഇതിൽ ഏത് ആകൃതിയാണ് കൂടുതൽ അനുയോജ്യം? ഏതാകൃതിയാണ് കൂടുതൽ അനുയോജ്യം? ആദ്യത്തെ ചിത്രത്തിലുള്ളത് അല്ലേ, രണ്ടറ്റവും കൂർത്തിട്ടുള്ള ഈ വഞ്ചിയാണ് നമ്മൾ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യം അല്ലേ. ഈ വട്ടത്തിലുള്ള വഞ്ചി എന്താണ്, ഇങ്ങനെ ഇങ്ങനെ കറങ്ങൂലേ, അതിന് പെട്ടെന്ന് സഞ്ചരിക്കാൻ, വേഗത്തിൽ സഞ്ചരിച്ച് തുഴഞ്ഞു പോകാൻ ആ വഞ്ചിക്ക് കഴിയില്ല. മത്സ്യങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവ സഞ്ചാരദിശ മാറ്റുന്നത് എങ്ങനെയാണ്? മത്സ്യങ്ങൾ നീന്തി പോകുമ്പോഴെങ്ങനെയാണ്? അവയുടെ ചിറകുകളൊക്കെ വെച്ചിട്ടാണല്ലേ അത് സഞ്ചാരദിശ മാറ്റുന്നത്. അവയുടെ ചെതുമ്പലുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? എന്താണ് ചെതുമ്പലുകൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പുറത്തൊരു തൊലി ഉണ്ടാവില്ലേ, നമ്മൾ മീനൊക്കെ കഴിക്കാൻ എടുക്കുമ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടാണല്ലേ നമ്മൾ കഴിക്കുന്നത്. ആ ചെതുമ്പലുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? എങ്ങനെയാണ്? നിരയായിട്ടാണല്ലേ ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ സഹായകമായ ശരീരഭാഗം ഏത്? നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ജലത്തിലൂടെയാണ് മത്സ്യം ശ്വസിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അതിന് ശ്വസിക്കാൻ സഹായിക്കുന്ന ശരീരഭാഗം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകളാണ് മത്സ്യങ്ങൾക്കുള്ളത്? ഇത് മനസ്സിലാക്കുന്നതിനായിട്ട് എന്തൊക്കെ സവിശേഷതകളാണ് അതിന് ശ്വസിക്കാൻ സഹായിക്കുന്ന ശരീരഭാഗം ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. നമുക്കത് വായിച്ചു നോക്കാം. ശരീരത്തിൻ്റെ ആകൃതി, ചിറകുകൾ, വാൽച്ചിറക്, ചെതുമ്പലുകളുടെ ക്രമീകരണം, വഴുവഴുപ്പ് എന്നിവ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് മത്സ്യങ്ങളെ സഹായിക്കുന്നു. ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മത്സ്യത്തിൻ്റെ ആകൃതി എങ്ങനെയായിരുന്നു? രണ്ടറ്റവും കൂർത്ത ശരീരാകൃതിയാണ് അല്ലേ. അത് ജലത്തിൽ അനായാസം സഞ്ചരിക്കാൻ കഴിയുന്നുല്ലേ മത്സ്യത്തിന്. അതുകൊണ്ടാണ് അതിന് ജലത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്നത്. പിന്നെ ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ ആണ് മത്സ്യത്തിനുള്ളത് അല്ലേ. പിന്നെന്താണ്? മത്സ്യത്തിന് ചെകിളപ്പൂക്കൾ അഥവാ ശകുലങ്ങളാണ് ജലത്തിൽ ശ്വസിക്കാൻ സഹായിക്കുന്ന ശരീരഭാഗം. വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരമാണ് മത്സ്യത്തിനുള്ളത്. പിന്നെയോ നിരയായി ക്രമീകരിച്ചിട്ടുള്ള ചെതുമ്പലുകളാണ് മത്സ്യത്തിനുള്ളത് അല്ലേ. ചെതുമ്പലുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? നിരയായിട്ട്. പിന്നെ അതുപോലെ ചെകിളപ്പൂക്കൾ അഥവാ ശകുലങ്ങളാണ് മത്സ്യങ്ങളുടെ ശ്വസനത്തിനുള്ള ശരീരഭാഗം. അതുപോലെ മത്സ്യങ്ങളുടെ വാൽച്ചിറകുകളാണ് അവയെ ദിശ മാറ്റാൻ സഹായിക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്നിങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടി അവയെ സഹായിക്കുന്നത് അവയുടെ വാൽച്ചിറകുകളാണ്. അപ്പോൾ നമ്മുടെ മത്സ്യത്തിൻ്റെ സവിശേഷതകളൊക്കെ പഠിച്ചു അല്ലേ. മത്സ്യങ്ങളുടെ വിവിധ സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ. ഇനി സവിശേഷതയുള്ള ചില സസ്യങ്ങളെ പരിചയപ്പെടാം. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. നോക്കൂ, 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. കള്ളിമുൾ ചെടികളും പിന്നെ അതുപോലെ മരുഭൂമിയിലൊക്കെ കാണപ്പെടുന്ന ചെടികളാണിത് അല്ലേ. ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന് നല്ല കട്ടിയുള്ള തണ്ടാണല്ലേ, പച്ച നിറത്തിൽ കട്ടിയുള്ള തണ്ടാണല്ലേ ഈ ചെടിയുടെ പ്രത്യേകത. ഇനി ഇതിന് നല്ല ആഴത്തിലുള്ള വേരുകളൊക്കെ കാണപ്പെടും. മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെല്ലാം പ്രത്യേകതകളാണ് ഇവയ്ക്കുള്ളത്? ചർച്ച ചെയ്ത് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. എന്തൊക്കെ എഴുതാം നമുക്ക്? കട്ടിയുള്ള പച്ച നിറത്തിലുള്ള തണ്ട്, പിന്നെയോ ആഴത്തിലുള്ള വേരുകൾ ഉണ്ടായിരിക്കും അല്ലേ. ഈ തണ്ടിലാണ് അത്. ഈ തണ്ടിൽ മരുഭൂമിയിലൊക്കെ ജീവിക്കണമെങ്കിൽ വെള്ളം വേണമല്ലേ. അപ്പോൾ മരുഭൂമിയിൽ വെള്ളം എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇതിൻ്റെ തണ്ടിലാണ് അത് ശേഖരിച്ചു വെക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര കട്ടിയുള്ള തണ്ട് അല്ലേ. ഇനി ഇവിടെ താഴെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ടല്ലോ, എന്താണെന്ന് വായിച്ചു നോക്കിയാലോ. മരുഭൂമിയിലെ സസ്യങ്ങൾ, മരുരൂഹങ്ങൾ അല്ലേ. മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളുള്ളതോ ആകാം. അവയുടെ തണ്ടുകൾ കനമുള്ളവയും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്നവയുമാണ്. തണ്ടുകളിൽ മെഴുകു പോലെയുള്ള ഒരു ആവരണമുണ്ട്. ഈ ആവരണം ജലനഷ്ടം തടയാൻ അവയെ സഹായിക്കുന്നു. മണ്ണിലേക്ക് വളരെയധികം ആഴ്ന്നിറങ്ങാൻ കഴിവുള്ള അവയുടെ വേരുകൾ ആഴത്തിൽ നിന്ന് പോലും ജലം വലിച്ചെടുക്കും.
മരുഭൂമിയിലെ സസ്യങ്ങൾ മരുരൂഹങ്ങൾ സിറോഫൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മേൽ സൂചിപ്പിച്ച സവിശേഷതകളെല്ലാം മരുഭൂമിയിൽ വസിക്കുന്നതിന് അവയെ പ്രാപ്തമാക്കുന്നു. അല്ലേ, മരുരൂഹങ്ങൾ സിറോഫൈറ്റ് അല്ലേ, മരുഭൂമിയിലെ സസ്യങ്ങളെ നമ്മൾ മരുരൂഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സിറോഫൈറ്റ് അല്ലേ, അതിന് ഇംഗ്ലീഷിൽ സിറോഫൈറ്റ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? എന്താണ്? കട്ടിയുള്ളതും മുള്ളുകളുള്ളതൊക്കെയാണ് അല്ലേ ഇലകൾ. പച്ച നിറത്തിലുള്ളതാണ്. പിന്നെ അത് എന്താണ്, അവയ്ക്ക് ജലം സംഭരിച്ചു വെക്കാൻ കഴിയും അല്ലേ. പിന്നെ അതിന് എന്താണ്, അതിൻ്റെ തണ്ടുകളിൽ മെഴുകു പോലെയുള്ള ഒരു ആവരണമുണ്ട്. ആ ആവരണമാണ് ജലനഷ്ടം തടയാൻ ഇവയെ സഹായിക്കുന്നത്. പിന്നെയോ നല്ല ആഴത്തിൽ നിന്നും വെള്ളം വലിച്ചെടുക്കാൻ പറ്റിയ വേരുകളാണ് സിറോഫൈറ്റ് അഥവാ മരുരൂഹങ്ങൾ അല്ലേ മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് ഉള്ളത്. ഈ ഒക്കെ കാരണങ്ങൾ, ഇത്രയും കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിന് ആ മരുഭൂമിയിൽ വസിക്കാൻ കഴിയുന്നത് അല്ലേ. മരുഭൂമിയിൽ ആ വെള്ളമൊന്നുമില്ല അല്ലേ, അങ്ങനെ അതിനെ അവിടെ സഹായിക്കാൻ, അവിടെ വസിക്കാൻ വേണ്ടി അതിനെ സഹായിക്കുന്ന കാരണങ്ങൾ അല്ലേ, പ്രത്യേകതകളൊക്കെ ഇതാണ്. ഇനി എന്താണ് അനുകൂലനം അല്ലേ, അഡാപ്റ്റേഷൻ. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം. എന്താണ് അനുകൂലനം? അഡാപ്റ്റേഷൻ അല്ലേ. അനുകൂലനത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് അഡാപ്റ്റേഷൻ. എന്താണ് അഡാപ്റ്റേഷൻ? ഓരോ സസ്യങ്ങൾക്കും ജീവികൾക്കും അല്ലേ, ഇപ്പം നമ്മൾ മരുഭൂമിയിലെ സസ്യങ്ങളുടെ സവിശേഷത പറഞ്ഞില്ലേ, അത് അവയ്ക്ക് മരുഭൂമിയിൽ ജീവിക്കാനുള്ള സവിശേഷതയാണ്. അതുകൊണ്ടാണ് അവ അവിടെ നിൽക്കുന്നത്. അല്ലാതെ മറ്റു സവിശേഷതകളാണ് ഉള്ളൊരു ആൾക്ക് മരുഭൂമിയിൽ വസിക്കാൻ കഴിയോ? ഇല്ലല്ലേ. അപ്പോൾ മരുരൂഹങ്ങൾ എന്താണ്, മരുഭൂമിയിൽ വസിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ പ്രത്യേകതകളും ശാരീരിക സവിശേഷതകളും ഉള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ ജീവിക്കും അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണുള്ളത് അല്ലേ. അതാണ് അനുകൂലനം എന്ന് പറയുന്നത്. ആ സവിശേഷതയാണ് നമ്മൾ അനുകൂലനം എന്ന് പറയുന്നത്. നോക്കൂ, ഇനി ഇവിടെ ഒരു സംഭാഷണം ഉണ്ടല്ലേ. ആരൊക്കെ തമ്മിലാണ് സംഭാഷണം? ആമ്പലും തവളയും തമ്മിലാണല്ലേ. അവരെന്താ പറയുന്നത് നമുക്ക് നോക്കാം. എന്താ ആമ്പല് പറയുന്നത്? തണ്ടുകളിലെ വായു അറകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. തവളയോ? വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിച്ചിരിക്കുന്നത് മൂലം വെള്ളത്തിലൂടെ നീന്താൻ ഞങ്ങൾക്ക് കഴിയും അല്ലേ. ആമ്പലും തവളയാണല്ലേ പറയുന്നത്. അവർ ജീവിക്കുന്നതിന് അവരെ സഹായിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. ആമ്പലും തവളയും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. അവയുടെ കൂടുതൽ അനുകൂലനങ്ങൾ ചർച്ച ചെയ്തെഴുതൂ. അപ്പോൾ ആമ്പലിൻ്റെയും തവളയുടെയും അനുകൂലനം നമ്മൾ പഠിച്ചല്ലോ അല്ലേ. എന്തായിരുന്നു അനുകൂലനം എന്ന് പറഞ്ഞാൽ അവയ്ക്ക് അവയുടെ ജീവിക്കുന്ന വാസസ്ഥലത്തിന് അനുയോജ്യമായ ശാരീരിക സവിശേഷത ഉണ്ടാവും. അതിനെയാണ് നമ്മൾ അനുകൂലനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആമ്പല് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ അതിൻ്റെ ശരീരം എങ്ങനെയാണ് സഹായിക്കുന്നത്? അതിൻ്റെ ശരീരത്തിൽ വായു അറയുണ്ട്. അതുപോലെ തവളയ്ക്ക് വെള്ളത്തിലൂടെ നീന്താൻ എന്താണ്, വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് വെള്ളത്തിൽ നീന്താൻ കഴിയുന്നത്. അത് ഇവരുടെ രണ്ടുപേരുടെയും അനുകൂലനങ്ങളാണ് അല്ലേ. ഇനി കൂടുതൽ അനുകൂലനം കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ആമ്പലുണ്ട് തവളയുണ്ട്. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട് അല്ലേ. എങ്ങനെ എഴുതി കൊടുക്കാം നമ്മൾ? ആമ്പലിൽ എങ്ങനെ എഴുതാം? ഇവയ്ക്ക് മെഴുകു പോലുള്ള ആവരണമുള്ളതിനാൽ ഇവയുടെ ഇലയ്ക്ക് മെഴുകു പോലുള്ള ആവരണമുള്ളതിനാൽ വെള്ളത്തിൽ ആണെങ്കിലും ചീഞ്ഞു പോകില്ല. പിന്നെന്താണ്? നീളമുള്ള തണ്ടാണ് അല്ലേ. വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാൻ പറ്റിയ നീളമുള്ള തണ്ടുകളുണ്ട്. ഇനി തവളയുടേത് നമ്മൾ എങ്ങനെ എഴുതി കൊടുക്കും? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നു അല്ലേ. അതിന് കരയിൽ നിന്നും വെള്ളത്തിൽ നിന്നും ശ്വസിക്കാൻ കഴിയും. അതുകൊണ്ട് അതിന് രണ്ട് സ്ഥലത്തും ജീവിക്കാം അല്ലേ. പിന്നെ ഇര പിടിക്കാൻ സഹായിക്കുന്ന നാവിൽ പശയുടേത് പോലുള്ള ഒരു അംശമുണ്ട്. ഈ തവള എങ്ങനെയാണ് പ്രാണികളൊക്കെ പിടിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ EVSൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. തവള നാവ് ഉപയോഗിച്ചിട്ടാണ് ഇരകളെ പിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാവ് ഇങ്ങനെ നീട്ടി പ്രാണികൾ പറന്നു പോകുമ്പോൾ പിടിക്കൂലേ. ആ പ്രാണികൾ നാവിൽ ഒട്ടിപ്പിടിക്കാനുള്ള തരത്തിലുള്ള ഒരു പശ കൂടി അതിൻ്റെ നാവിലുണ്ട്. ഇനി അടുത്തത് എന്താണ്? ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവിടെ 3 ചിത്രം തന്നിട്ടുണ്ടല്ലേ. ചിത്രത്തിലെ ജീവികൾ എവിടെയെല്ലാമാണ് വസിക്കുന്നത്? എവിടെയൊക്കെയാണ്? ആട് എവിടെയാണ്? കരയിലാണ് അല്ലേ. ചെമ്മീനോ? വെള്ളത്തിലാണ് അല്ലേ.
ആമയോ കരയിലും വെള്ളത്തിലും അല്ലേ? കരയിലും വെള്ളത്തിലുമാണ് ആമ ജീവിക്കുന്നത്. ആട് കരയിൽ, ചെമ്മീൻ വെള്ളത്തിൽ, ആമ കരയിലും വെള്ളത്തിലും. ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കൂ. നിങ്ങൾക്ക് പരിചിതമായ മറ്റു ജീവികളുടെ പേരെഴുതി പട്ടിക പൂർത്തിയാക്കൂ. നമ്മൾ കരയിൽ ജീവിക്കുന്നവ, വെള്ളത്തിൽ ജീവിക്കുന്നവ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഓരോ ജീവികളെ വീതം പരിചയപ്പെട്ടൂലേ? ആരൊക്കെയായിരുന്നു? ആട്, ചെമ്മീൻ, ആമ. അതുപോലെ മറ്റുള്ള ജീവികളെ, ഈ വിഭാഗത്തിൽപ്പെടുന്ന മറ്റ് ജീവികളെ പേരെഴുതി പട്ടിക പൂർത്തീകരിക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കരയിൽ ജീവിക്കുന്നവ ഏതൊക്കെയായിരിക്കും? പൂച്ച, നായ, അണ്ണാൻ, ആന. ഇതൊക്കെ എന്താണ്? കരയിൽ ജീവിക്കുന്നവയാണല്ലേ. ഇനി വെള്ളത്തിൽ ജീവിക്കുന്നവ ഏതാണ്? നീരാളി, ഡോൾഫിൻ, നക്ഷത്രമീൻ, സ്രാവ്. ഇതൊക്കെ എന്താണ്? വെള്ളത്തിൽ ജീവിക്കുന്നവയാണല്ലേ. ഇനി കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ ഏതൊക്കെയാണ്? തവള, മുതല, ആമ, ഞണ്ട് തുടങ്ങിയവ എന്താണ്? കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവയാണല്ലേ. പൂർത്തിയാക്കിയ പട്ടികയിലെ വിവരങ്ങൾ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. നമ്മൾ ഇത്രയും കരയിൽ ജീവിക്കുന്ന ജീവികളും വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളും അതുപോലെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെ പരിചയപ്പെട്ടു അല്ലേ? എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ കരയിൽ മാത്രം ജീവിക്കുന്നത് അല്ലെങ്കിൽ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നത്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നത്? അത് അവരുടെ നമ്മൾ അനുകൂലനം പഠിച്ചില്ലേ? അവർക്ക് എന്താണ് കരയിൽ ജീവിക്കാനുള്ള അനുകൂലനം? കരയിലായതുകൊണ്ടാണ് അവർ കരയിൽ മാത്രം ജീവിക്കുന്നത്. അതുപോലെ വെള്ളത്തിൽ ജീവിക്കാനുള്ള അനുകൂലനമാകുമ്പോൾ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നു. അതുപോലെ കരയിലും വെള്ളത്തിലും ജീവിക്കാനുള്ള അനുകൂലനം ചില ജീവികൾക്ക് ഉണ്ട് അല്ലേ? മരുഭൂമിയിലും ധ്രുവ പ്രദേശങ്ങളിലും ജീവികൾ വസിക്കുന്നുണ്ടല്ലോ. എന്തെല്ലാം അനുകൂലനങ്ങളാണ് അവയ്ക്കുള്ളത്? മരുഭൂമിയിലും ധ്രുവ പ്രദേശങ്ങളിലും ഒരുപാട് ജീവികളുണ്ടല്ലേ. ആരൊക്കെയാണ്? ഒട്ടകവും പെൻഗ്വിനും ഒക്കെ അല്ലേ. എന്താണ് ഇതിൽ? ഒട്ടകം എന്താ പറയുന്നത്? മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് മുതുകിലെ കൊഴുപ്പാണ്. ഒട്ടകത്തിൻ്റെ മുതുകിലൊരു കൊഴുപ്പുണ്ടല്ലേ. ആ പൊന്തി നിൽക്കുന്ന സാധനം അതൊരു കൊഴുപ്പാണ്. അപ്പോൾ പെൻഗ്വിൻ എന്താ പറയുന്നത്? ത്വക്കിനടിയിലെ കൊഴുപ്പാണ് ധ്രുവപ്രദേശത്തെ അതിശൈത്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നത്. അതിപ്പോൾ എന്താണ്? ഒട്ടകത്തിൻ്റെയും അതുപോലെ പെൻഗ്വിനും അവർ ജീവിക്കുന്ന അനുകൂലനാണല്ലേ അത്. എന്താ പറയുന്നത്? അവർ ഈ കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് ആ ഒരു പ്രദേശങ്ങളിൽ ജീവിക്കാൻ കഴിയുന്നത്. മനസ്സിലായില്ലേ? ഇനി ഒട്ടകം അതുപോലെ പെൻഗ്വിന്, ഒട്ടകത്തിനും പെൻഗ്വിനും മറ്റ് അനുകൂലനങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്ത് പട്ടികയിൽ എഴുതൂ. ഇങ്ങനെ ഒട്ടകത്തിന് മരുഭൂമിയിൽ വസിക്കാനും മറ്റെന്തൊക്കെ അനുകൂലനങ്ങളുണ്ട് എന്നുള്ളത് പട്ടികപ്പെടുത്താനാണ് ഒട്ടകത്തിൻ്റെയും അതുപോലെ പെൻഗ്വിൻ്റെയും. നോക്കാം. ഓക്കെ, ഒട്ടകത്തിൻ്റെ എന്താണ്? കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായിട്ടുള്ള കട്ടിയുള്ള രോമങ്ങൾ. പിന്നെയോ കട്ടിയേറിയ മാംസഭാഗങ്ങൾ നിലത്തെ ചൂടിനെ തടയുന്നു. പിന്നെ ഒട്ടകങ്ങളുടെ നീളവും വീതിയുമുള്ള കാലും ചൂടിൽ അവയെ സംരക്ഷിക്കുകയും പൊടിമണലിൽ താഴ്ന്നു പോവാതെ അതിനെ സഹായിക്കുന്നു. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യമുണ്ട്. ഈ ഒട്ടകത്തിന് നല്ല നീളമുള്ള കൺപീലികൾ ഉണ്ടാവും. അതെന്താണ്? ഈ പൂഴിമണലിലെ മരുഭൂമിയിലെ പൂഴിമണൽ കാറ്റടിക്കുമ്പോൾ അതിൻ്റെ കണ്ണിൽ പൊടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുകൂലനമാണ് അത്. ഇനി പെൻഗ്വിൻ നോക്കൂ. പെൻഗ്വിൻ എന്താണ്? നീന്തുന്നതിനായി അതിന് ചിറകുകളുണ്ട് ഇല്ലേ. പിന്നെ അതിന് ചെറിയ 2 കാലുകളുണ്ടല്ലേ. ആ ചെറിയ കാലുകൾ അത് ഓടാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഒട്ടകത്തിന് അതുപോലെ പെൻഗ്വിൻ്റെ അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇനി അടുത്ത നോക്കൂ. വെള്ളം കുടിക്കാതെയും ഒരു ജീവിതം. ആരാണ് ഇവിടെ പിക്ചറിൽ കാണുന്നത്? ആരാണ്? കങ്കാരു എലിയാണ് കേട്ടോ. മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് കങ്കാരു എലി. മരുഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള നിരവധി അനുകൂലനങ്ങൾ ഇതിനുണ്ട്. പകൽ സമയത്തെ ചൂട് അതിജീവിക്കുന്നതിന് വളരെ ആഴത്തിൽ മാളങ്ങളുണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുന്നു. രാത്രി കാലങ്ങളിലാണ് ഇര തേടുന്നത്. ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. പ്രധാന ആഹാരമായ ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും ഇവയ്ക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നു. വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയുമുള്ള ജലനഷ്ടം വളരെ കുറവാണ്.
നീളം കൂടിയ പിൻകാലുകൾ ഉപയോഗിച്ച് കങ്കാരുവിനെ പോലെ ചാടിച്ചാടിയാണ് സഞ്ചരിക്കുന്നത്. കവിൾ ഭാഗത്തുള്ള സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും ശേഖരിച്ചു വെക്കാനും കഴിയും. അപ്പോൾ ആരാണ് കങ്കാരുവലി? കങ്കാരുവലിനെ എവിടെയാണ് കാണപ്പെടുന്നത്? മരുഭൂമിയിലാണല്ലേ. അതിന് അവിടെ ജീവിക്കാനുള്ള ഒരുപാട് അനുകൂലനങ്ങളുണ്ട്. എന്തൊക്കെയായിരുന്നു അതിൽ പറഞ്ഞത്? അതിന് മരുഭൂമിയിൽ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ആ ചൂടിൽ നിന്ന് രക്ഷ നേടാനായിട്ട് വളരെ ആഴത്തിൽ മാളങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ഈ കങ്കാരുവലി താമസിക്കുന്നത്. പിന്നെയോ ഇവർക്ക് ഒട്ടും വെള്ളം വേണ്ട അല്ലേ. അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും അതുപോലെ കൊഴുപ്പിൽ നിന്നൊക്കെയാണ് അവർക്ക് ആവശ്യമായ ജലം അവർ കണ്ടെത്തുന്നത്. പിന്നെയോ അവർക്ക് വിയർപ്പും അതുപോലെ മൂത്രമൊക്കെ വളരെ കുറവാണ്. പിന്നെ കങ്കാരുവിനെ പോലെയുള്ള കാലാണല്ലേ അവരത്. അതുകൊണ്ട് അവരെന്താണ് ചാടിയാണ് സഞ്ചരിക്കുന്നത്. പിന്നെ കവിൾ ഭാഗത്തൊരു സഞ്ചിയുണ്ട്, അവിടെയാണ് ഭക്ഷണങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ആരെയാണ് പരിചയപ്പെട്ടത്? കങ്കാരുവലിനെയാണ് അല്ലേ. ഇനി നോക്കൂ, അടുത്ത പേജിൽ എന്താണ്? ഒരു കോൺവെർസേഷൻ വീണ്ടും ഉണ്ടല്ലേ, സംഭാഷണം ഉണ്ടല്ലേ. ആരൊക്കെ തമ്മിലാണ്? കൊക്കും മീനുമാണ് അല്ലേ. എന്താണ് കൊക്ക് പറയുന്നത്? ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം വയലിലുണ്ട്. അപ്പം മീൻ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കുളത്തിലുണ്ടല്ലോ. കൊക്കിന് വയലിൽ നിന്ന് എന്തെല്ലാമാണ് ലഭിക്കുന്നത്? എന്തൊക്കെയാണ് ലഭിക്കുന്നത്? കൊക്കിന് എന്തൊക്കെയാണ് ലഭിക്കുന്നത്? ചെറു ജീവികളില്ലേ, വയലിൽ ചെറിയ ജീവികളുണ്ടാവും, അതിനൊക്കെയാണ് കൊക്ക് ഭക്ഷിക്കുന്നത് അല്ലേ. പിന്നെ അതുപോലെ വയലിൽ എന്താണ്? വെള്ളം ഉണ്ടാവില്ലേ, അതിൽ കുളിക്കാനും കുടിക്കാനും ഒക്കെ അതിന് പറ്റും. ഇനി അങ്ങനെയാണെങ്കിൽ മത്സ്യത്തിന് കുളത്തിൽ നിന്ന് എന്തെല്ലാം ലഭിക്കും? വാസസ്ഥലം അല്ലേ. അതുപോലെ എന്താണ്? അതിലാണ് അത് ശ്വസിക്കുന്നത് അല്ലേ. ശ്വസനത്തിന് സഹായിക്കാൻ എന്തുണ്ട്? കുളത്തിൽ വെള്ളം ഉണ്ടല്ലേ. പിന്നെയോ കുളത്തിലെ ഭക്ഷണത്തിനായിട്ട് മത്സ്യത്തിൻ്റെ ജലത്തിലുള്ള ചെറിയ സൂക്ഷ്മജീവികളെയാണ് മീൻ ഭക്ഷിക്കുന്നത്. അതും അവർക്ക് അവിടുന്ന് കിട്ടൂലേ. ഇനി നോക്കൂ, ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ വാസസ്ഥലം അഥവാ ആവാസം, ഹാബിറ്റാറ്റ് അല്ലേ. എന്താണ്? ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ വാസസ്ഥലം അഥവാ ആവാസം, ഹാബിറ്റാറ്റ് അല്ലേ. ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആവാസത്തിലുണ്ട്. കുളം, പുഴ, വയൽ എന്നിവ ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. എന്താണ് അങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഒരു മീനിൻ്റെ വാസസ്ഥലം കുളമാണെങ്കിൽ അതിനെന്താണ്? അതിൻ്റെ വാസസ്ഥലമാണ്, അതിന് ശ്വസനത്തിന് സഹായിക്കും, ഭക്ഷണത്തിന് സഹായിക്കും അല്ലേ. അതാണ് അതിൻ്റെ വാസസ്ഥലം അല്ലേ. ഇനി ഇതുപോലെ ആവാസങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതൂ. ഇവിടെ നമ്മൾ ഏതൊക്കെയാണ് പരിചയപ്പെട്ടത്? കുളം, പുഴ, വയൽ ഇല്ലേ. ഇനി അതുപോലെ കൂടുതൽ ആവാസങ്ങൾ നമുക്ക് എഴുതി നോക്കാം. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? വൃക്ഷം തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ നമുക്ക് കുന്നുകൾ എഴുതി കൊടുക്കാം. അതുപോലെ എന്താണ്? കുറ്റിക്കാടുകൾ എഴുതി കൊടുക്കാം. ഇനി അതുപോലെ ഒരുപാടുണ്ടല്ലേ, കാവുകൾ, കണ്ടൽക്കാടുകൾ, മരുഭൂമി, പുഴ, അതുപോലെ പുൽമേട്. ഇതൊക്കെ എന്താണ്? ഓരോ ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അല്ലേ. ഇനി നോക്കൂ, അടുത്തത് എന്താണ്? വിവിധ തരം ആവാസങ്ങൾ ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ നല്ല ഭംഗിയുള്ള ചിത്രം തന്നിട്ടുണ്ട്. ഇതിലെന്താണ്? ഒരുപാട് തരം ആവാസങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, ചിത്രത്തിൽ കാണുന്ന വിവിധ തരം ആവാസങ്ങൾ ഏതെല്ലാം? പേരുകൾ എഴുതി നോക്കൂ. ഈ ചിത്രത്തിൽ കാണുന്ന ആവാസങ്ങൾ, ചിത്രത്തിൽ കാണുന്ന ആവാസങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തി എഴുതി നോക്കാം നമുക്ക്. നോക്കൂ, ഏതൊക്കെയുണ്ട്? കുന്നുകൾ, മരുഭൂമി, കുറ്റിക്കാടുകൾ, പുഴ, കടൽ, കുളം, മഞ്ഞു പ്രദേശങ്ങൾ അഥവാ ധ്രുവ പ്രദേശങ്ങൾ, പുൽമേട്. അങ്ങനെ ഒത്തിരി ആവാസങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇനി ഇതിൽ ടീച്ചർ പറയാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തി എഴുതണം. ഓക്കെ, ഇനി നോക്കൂ, വയൽ ഒരു ആവാസമാണല്ലോ. അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്. എന്തെല്ലാമാണ് അവ? ചർച്ച ചെയ്തെഴുതൂ. ഇവിടെ എന്താണ്? നമ്മൾ ഒരുപാട് ആവാസങ്ങൾ പഠിച്ചില്ലേ. അതിൽ ജീവനുള്ള വസ്തുക്കളുണ്ട്, അതുപോലെ ജീവനില്ലാത്തവയുമുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്തി എഴുതാൻ ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ജീവനുള്ളവ, ജീവനില്ലാത്തവ. ഇനി ജീവനുള്ളവയിൽ എന്താ തന്നിട്ടുള്ളത്? സസ്യങ്ങൾ തന്നിട്ടുണ്ടല്ലേ. വേറെ നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും? ജന്തുക്കളിലെ, പിന്നെയോ സൂക്ഷ്മജീവികളിലെ, മണ്ണിനടിയിൽ, അതുപോലെ ചെറിയ വെള്ളത്തിലൊക്കെ ചെറിയ സൂക്ഷ്മജീവികൾ ഉണ്ടാവും. അതൊക്കെ എന്താണ്? ജീവനുള്ളവയാണല്ലേ. ഇനി ജീവനില്ലാത്തവയിൽ മണ്ണ്, അതുപോലെ എന്തൊക്കെയാണ്? വായു,
സൂര്യപ്രകാശം, വെള്ളം, ഇതൊക്കെ എന്താണ്? ജീവനില്ലാത്തവയാണല്ലേ. പ്രകൃതിദത്തമായ ആവാസങ്ങളും മനുഷ്യനിർമ്മിതമായ ആവാസങ്ങളുമുണ്ട്. വനം പ്രകൃതിദത്തമായ ആവാസത്തിന് ഉദാഹരണമാണ്. സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനമോ? സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നമ്മൾ ഉണ്ടാക്കിയതാണല്ലേ. അത് എന്താണ്? മനുഷ്യനിർമ്മിതമായ ആവാസമാണല്ലേ. നമ്മൾ ഉണ്ടാക്കിയതിലുള്ള ജന്തുക്കൾ വന്ന് ജീവിക്കുന്നതാണ്. അപ്പം അതെന്താണ്? സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം എന്താണ്? ഒരു മനുഷ്യനിർമ്മിതമായ ആവാസമാണ്. ഇനി നോക്കൂ, പ്രകൃതിദത്ത ആവാസങ്ങൾക്കും മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. നമ്മൾ എന്താണ്? പ്രകൃതി അല്ലേ, പ്രകൃതി ഉണ്ടാക്കുന്ന ഒരു ആവാസമാണ് എന്ത്? പ്രകൃതിദത്ത ആവാസം. അതുപോലെ മനുഷ്യരുണ്ടാക്കുന്നതാണ് എന്ത്? മനുഷ്യ നിർമ്മിതമായ ആവാസങ്ങൾ എന്ന് പഠിച്ചു അല്ലേ. ഇനി അതിന് ഉദാഹരണങ്ങൾ എഴുതി കൊടുത്താലോ നമുക്ക്? പ്രകൃതിദത്ത ആവാസങ്ങൾ ഏതൊക്കെയാണ്? വനം, പുഴ, കുന്നുകൾ അല്ലേ. ഇനി മനുഷ്യനിർമ്മിതമായിട്ടുള്ളത് ഏതൊക്കെയാണ് ആവാസങ്ങൾ? ജൈവ വൈവിധ്യ ഉദ്യാനം, വീട്, ഇതൊക്കെ എന്താണ്? മനുഷ്യനിർമ്മിത ആവാസങ്ങളാണ് അല്ലേ. ഇനി ഇവിടെ താഴെ ഒരു ബോക്സിൽ എന്താ തന്നിട്ടുള്ളത്? ഒരു ആവാസത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്. സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ എന്നിവ ജീവനുള്ള ഘടകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഏതൊക്കെയാണ്? സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ അല്ലേ. അവയ്ക്ക് എന്താണ്? ജീവനുണ്ട്. മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം തുടങ്ങിയവയാണ് ജീവനില്ലാത്ത ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടവ. നേരത്തെ നമ്മുടെ പട്ടികയിൽ നമ്മൾ ഇതൊക്കെ എഴുതി ചേർത്തതാണ് അല്ലേ. വായു, ജലം, മണ്ണ്, സൂര്യപ്രകാശം തുടങ്ങിയ ജീവനില്ലാത്ത ഘടകങ്ങളെ ജീവികൾ ആശ്രയിക്കുന്നില്ലേ? ഇതുപോലെ ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുമുണ്ട്. ഒരു പ്രദേശത്ത് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരാശ്രയത്തിൽ കഴിയുന്നു. എന്താണ്? ജീവൻ ഇപ്പം നമ്മൾ പഠിച്ചില്ലേ, ജീവനുള്ളവയും ജീവനില്ലാത്തവയും പഠിച്ചില്ലേ. ഇതൊക്കെ പരസ്പരം. അതിനൊരു ഉദാഹരണം നമ്മൾ എങ്ങനെ പറയും? നമ്മൾ ഇപ്പം നമ്മളൊരു കുളം എടുക്കുകയാണ്. ആ കുളത്തിൽ മീനുണ്ട് അല്ലേ. മീൻ എന്താണ്? ജന്തുക്കളാണ് അല്ലേ. അത് ജീവനില്ലാത്ത എന്താണ്? ജലത്തിൽ ജീവിക്കുകയാണ് അല്ലേ. അപ്പം അത് പരസ്പരം അവർ ഹെൽപ്പ് ചെയ്യാണ് അല്ലേ. ജീവനില്ലാത്തത് ജീവനുള്ളവയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ അവിടെ. മീനിന് ആ കുളം എന്താണ്? ഒരു വാസസ്ഥലമാണ്. പിന്നെ എന്താണ്? അതിനെ ശ്വസിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? അതിന് അവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ചെറിയ ജലജീവികളെയൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവർ പരസ്പരം എന്താണ്? ജീവനുള്ളവയും ജീവനില്ലാത്തവയും തമ്മിൽ എന്താണ്? പരസ്പരം ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് അല്ലേ. ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ അവർ. ഇനി നെക്സ്റ്റ്, ചിത്രം നിരീക്ഷിക്കൂ. ആരെയെല്ലാം ആശ്രയിക്കുന്നു? വരച്ച് യോജിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ ആരൊക്കെയൊക്കെയാണ് ആശ്രയിച്ച് ജീവിക്കുന്നത് എന്നുള്ളതിനുള്ള ഇവിടെ നമ്മൾ വരച്ച് ചേർത്തിട്ട് അതിനൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ എന്താണ്? സൂര്യപ്രകാശം അല്ലേ. സൂര്യപ്രകാശം ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ? നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ജീവനില്ലാത്തതാണ്. ഈ ഇവിടെ ഒരു സസ്യങ്ങൾ തന്നിട്ടുണ്ട്. സസ്യങ്ങൾ വളരാൻ എന്ത് വേണം? സൂര്യപ്രകാശം വേണം അല്ലേ. അപ്പോൾ സൂര്യപ്രകാശത്തിനെ ആശ്രയിക്കുന്നുണ്ട്? സസ്യം ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ കാണുന്ന എല്ലാ ജന്തുക്കൾക്കും എന്ത്? സൂര്യപ്രകാശം ആവശ്യമാണ്. കാരണം അവർക്ക് കണ്ണ് കാണണമല്ലേ. കണ്ണ് കാണണം. അതുപോലെ എന്താണ്? ഇര പിടിക്കാൻ സഹായിക്കണമെങ്കിൽ കണ്ണ് കാണണ്ടേ. ഇവർക്ക് ഭക്ഷണം തേടി പിടിക്കണം എന്നുണ്ടെങ്കിൽ കണ്ണ് കാണണമല്ലേ. അപ്പം അതിനെല്ലാവർക്കും എന്ത്? സൂര്യപ്രകാശം ആവശ്യമാണ്. ഇനി ഈ പുല്ല് ആരൊക്കെ കഴിക്കും? പുൽച്ചാടി കഴിക്കൂലേ. പുൽച്ചാടി കഴിക്കും. പുൽച്ചാടിയെ ആര് കഴിക്കും? തവള കഴിക്കും. തവളയെ പാമ്പ് കഴിക്കും. പാമ്പിനെ പരുന്ത് കഴിക്കും അല്ലേ. ഇങ്ങനെയാണ് ഇവർ ആശ്രയിച്ച് കഴിയുന്നത് അല്ലേ. പിന്നെയോ ഇനി കുളത്തിലെ മീനുണ്ടല്ലേ. കുളത്തിലെ മീന് ആരൊക്കെ കഴിക്കും? പരുന്ത് കഴിക്കില്ലേ മീന്. അതുപോലെ സസ്യങ്ങൾക്ക് വളരാൻ എന്ത് വേണം? വെള്ളം വേണം അല്ലേ. അങ്ങനെ എന്താണ്? തവള എന്താണ്? കരയിലും വെള്ളത്തിലും ജീവിക്കൂലേ. അതുപോലെയാണ് അല്ലേ. അങ്ങനെ ഇവരൊക്കെ എന്താണ്? പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അല്ലേ. ഒരാളില്ലെങ്കിൽ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. നോക്കൂ, നെക്സ്റ്റ് പേജിൽ എന്താണ്? ആവാസ വ്യവസ്ഥ, എക്കോസിസ്റ്റം. എന്താണ് ആവാസ വ്യവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരാശ്രയത്വത്തിൽ കഴിയുന്ന ചുറ്റുപാടാണ് ആവാസ വ്യവസ്ഥ.
വൃക്ഷം, വയൽ, കുളം, അരുവി, കുന്ന്, കാവ് തുടങ്ങിയവ ചെറിയ ആവാസ വ്യവസ്ഥകളാണ്. വനം, പുൽമേട്, മരുഭൂമി, കടൽ, ധ്രുവപ്രദേശം തുടങ്ങിയവ വലിയ ആവാസ വ്യവസ്ഥകളാണ്. എന്താണ് നമ്മൾ ചെറിയ ഇതിൽ ജീവനുള്ളവയും ജീവനില്ലാത്തവയും നമ്മൾ പഠിച്ചു അല്ലേ? അതിൽ അവരൊരുമിച്ച് ജീവിക്കുന്ന, അവർ പരസ്പരം ആശ്രയിച്ചില്ലേ? ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? അവർ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്ന് പഠിച്ചു. അങ്ങനെ അവർ ആശ്രയിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി ചെറിയ ആവാസ വ്യവസ്ഥയുണ്ട്, വലിയ ആവാസ വ്യവസ്ഥയുണ്ട്. ചെറിയ ആവാസ വ്യവസ്ഥ ഏതൊക്കെയാണ്? വൃക്ഷം, വയൽ, കുളം, അരുവി, കുന്ന്, കാവ് എന്നിവയാണ്. ഇനി വലിയതോ? വനം, പുൽമേട്, മരുഭൂമി, കടൽ, ധ്രുവപ്രദേശം അല്ലേ? ഇതൊക്കെയാണ് വലിയ ആവാസ വ്യവസ്ഥകൾ. ഒരു ആവാസ വ്യവസ്ഥയിലെ പരസ്പര ആശ്രയത്വം എങ്ങനെയെല്ലാമാണ്? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും തമ്മിലില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? സൂര്യപ്രകാശവും അതുപോലെ എന്താണ് സസ്യങ്ങളും വളരുന്നത് അല്ലേ? അതുപോലെ സൂര്യപ്രകാശം ജന്തുക്കൾക്ക് എന്താണ്? കാഴ്ച അല്ലേ? കണ്ണ് കാണാൻ. ഇതൊക്കെ എന്താണ്? ജീവനുള്ളവയും ജീവനില്ലാത്തവയും തമ്മിലാണ്. ഇനി എന്താണ്? ജീവനുള്ള ഘടകങ്ങൾ തമ്മിൽ അതാരൊക്കെയായിട്ട് വരും? സസ്യം എന്താണ്? പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ തവള കഴിക്കുന്നു, തവളയെ പാമ്പ് കഴിക്കുന്നു, പാമ്പിനെ പരുന്ത് കഴിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇവർക്കൊക്കെ ജീവനുണ്ടല്ലേ? അപ്പോൾ ജീവനുള്ള ഘടകങ്ങൾ തമ്മിൽ എന്താണ്? ആശ്രയിച്ച് കഴിയുന്നുണ്ട് അല്ലേ? ഇനി ആവാസ വ്യവസ്ഥയുടെ നാശം കുന്നിനുമുണ്ട് പറയാൻ. ഇവിടെ എന്താണ്? കുന്ന് ഒരു കാര്യം പറയുന്നുണ്ട് അല്ലേ? ആവാസ വ്യവസ്ഥ, കുന്ന് ഒരു ആവാസമാണ് അല്ലേ? അതിൻ്റെ നാശമാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കുന്ന് പറയുന്നത്? നമുക്ക് നോക്കിയാലോ. നമ്മുടെ നാട്ടിൽ പലയിടത്തും ഞങ്ങളെ കാണാം. കുന്നു കയറാത്തവരായി ആരെങ്കിലും ഉണ്ടോ? മണ്ണിര മുതൽ കുറുനരി വരെ എത്ര ജീവികൾക്കാണ് ഞങ്ങൾ വാസസ്ഥലം ഒരുക്കുന്നത്. കൂടാതെ വൈവിധ്യമാർന്ന സസ്യങ്ങൾക്കും. ഞങ്ങൾ മഴവെള്ളം സംഭരിച്ചു വയ്ക്കുന്നു. പിന്നീട് കിണറുകളിലേക്കും അരുവികളിലേക്കും വയലുകളിലേക്കും ഞങ്ങൾ ആ വെള്ളം നൽകുന്നു. കാറ്റിനെ നിയന്ത്രിക്കാനും ചൂട് കുറയ്ക്കാനും ഞങ്ങൾക്ക് കഴിയും. കണ്ടില്ലേ, ഞങ്ങൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ഞങ്ങളുടെ പ്രാധാന്യം മനുഷ്യർ തിരിച്ചറിയുന്നുണ്ടോ? കുന്ന് ഭയങ്കര സങ്കടത്തിലാണ് അല്ലേ പറയുന്നത്. കുന്ന് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മളെന്താണ്? കുന്നും മലയൊക്കെ ഇടിച്ച് നിരത്തുകയാണ് അല്ലേ? അത് നമ്മൾ കുന്നിനോട് ചെയ്യുന്ന ക്രൂരതയാണല്ലേ? അങ്ങനെ ചെയ്യാൻ പാടോ? കുന്നിൻ്റെ ആത്മകഥം വായിച്ചല്ലോ. കുന്നുകൾ ഇല്ലാതാകുന്നത് കൊണ്ട് എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ്? കുന്നുകളിൽ ഒരുപാട് കുന്ന് പറഞ്ഞൂലേ, കുന്നിൽ ഒരുപാട് ജീവികളുണ്ടെന്ന്. ആ ജീവികളിലെ കുന്നുകളിൽ ജീവിച്ചിരിക്കുന്ന ജീവികൾ അത് നശിക്കുകയും അവയ്ക്ക് വാസസ്ഥലം നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെയോ സസ്യങ്ങൾ നശിക്കും. പിന്നെ അതുപോലെ ജലക്ഷാമം അനുഭവപ്പെടും, നീരുറവകളില്ലാതെയാവും, അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പം എന്തൊക്കെയാണ്? ഈ കുന്നൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുന്നില്ലാതാകുന്നത് കൊണ്ടുള്ള ദോഷങ്ങളെന്ന് മനസ്സിലായില്ലേ? ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്തെഴുതൂ. ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? കുന്നിടിക്കൽ, പിന്നെയോ കീടനാശിനികളുടെ അമിതോപയോഗം. ഇനി എന്തൊക്കെ എഴുതാം നമുക്ക്? വനനശീകരണം, പിന്നെയോ വയലുകളും ജലാശയങ്ങളും മണ്ണിട്ട് നികത്തുന്നത്, അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിലേക്കും ജലാശയങ്ങളിലേക്കും വലിച്ചെറിയുന്നത്. ഇതൊക്കെ എന്താണ്? ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കാൻ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? നമ്മുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കാൻ വേണ്ടി മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളാണ്. നോക്കൂ, ഇനി അടുത്തത് എന്താണ്? മലിനീകരണം. മണ്ണിര പറയുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു മണ്ണിര ഉണ്ടല്ലേ? മണ്ണിര എന്താണ് നമ്മോട് പറയുന്നത്? കാർഷിക മിത്രം എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഇപ്പോൾ മലിനീകരണം കാരണം മണ്ണിൽ ജീവിക്കാൻ പറ്റാതെ വന്നിരിക്കുകയാണ്. മണ്ണിര പറയുന്നത് ശ്രദ്ധിച്ചല്ലോ. നിങ്ങളുടെ വീട്ടിലും പരിസരങ്ങളിലും കാണുന്ന മാലിന്യങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെ മാലിന്യങ്ങളാണ് കാണുന്നത്? പച്ചക്കറി മാലിന്യങ്ങളിലെ പഴങ്ങൾ, ഫുഡ് വേസ്റ്റുകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ? പിന്നെയോ പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെയോ ഇലക്ട്രിക് വേസ്റ്റ്, ബൾബ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? കഴിഞ്ഞ വർഷം ഈ മാലിന്യങ്ങളൊക്കെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ച് പഠിച്ചു അല്ലേ? എന്തൊക്കെയായിരുന്നു? ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങളില്ലേ? പിന്നെന്താണ്? അപകടകരമായ മാലിന്യങ്ങളില്ലേ? അതുപോലെ നിങ്ങളുടെ വീട്ടിലും പരിസരങ്ങളിലും കാണുന്ന മാലിന്യങ്ങൾ വേറെ ഏതൊക്കെയാണ്? ജൈവ മാലിന്യങ്ങളുണ്ട്, അജൈവ മാലിന്യങ്ങളുണ്ട്, ജലമാലിന്യങ്ങളുണ്ട് അല്ലേ? നിങ്ങളുടെ സ്കൂളിലെ മാലിന്യ നിർമ്മാർജ്ജനം എങ്ങനെയാണെന്ന് കണ്ടെത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. നിങ്ങളുടെ സ്കൂളിൽ എന്താണ്
പലതരത്തിലുള്ള മാലിന്യങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെ ഉണ്ടായിരിക്കും? വേസ്റ്റ് പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഫുഡിൻ്റെ വേസ്റ്റും ഉണ്ടാവില്ലേ? അതൊക്കെ എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുക. ഇനി നെക്സ്റ്റ് എന്താണ്? ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്തിൻ്റെയാണ്? ഇവിടെ പുഴയുടെ കരയിൽ എന്താണ് മാലിന്യങ്ങളുണ്ടല്ലേ? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ അടുത്ത ചിത്രത്തിൽ എന്താണ്? കൃഷിയിൽ കീടനാശിനിയിലെ ജന്തുക്കളൊക്കെ വന്ന് കള നശിപ്പിക്കുന്നതിന് ഒരു വളപ്രയോഗം, കീടനാശിനി പ്രയോഗം നടത്തുന്നതിൻ്റെ ചിത്രമാണ് രണ്ടാമത്തേത്. മാലിന്യങ്ങൾ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുന്നതിന് ആവാസങ്ങൾക്ക് ദോഷകരമല്ലേ? എങ്ങനെയാണ് പ്ലാസ്റ്റിക് ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുമ്പോൾ എങ്ങനെയായിരിക്കും? അത് എന്താണ്? മണ്ണിലുള്ള ജീവികൾ നശിച്ചു പോവാൻ സാധ്യത ഉണ്ട്. പിന്നെ എന്താണ്? ഈ പ്ലാസ്റ്റിക് പുഴയിലൊക്കെ വലിച്ചെറിയുമ്പോൾ പുഴയിൽ ഒരുപാട് അല്ലേ, കരയിലുള്ളതിനേക്കാൾ ജീവികൾ കടലിലാണുള്ളത് അല്ലേ? അവയൊക്കെ എന്താണ്? ചത്തുപോകില്ലേ? അവരത് ഭക്ഷിച്ചിട്ട് അവർ ചത്തുപോകും. അങ്ങനെയാണ് മാലിന്യങ്ങൾ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുമ്പോൾ എന്താണ്? ചത്തുപോകുമ്പോൾ പുഴയിൽ എന്താണ്? മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല അല്ലേ? പിന്നെ മണ്ണിലും ജന്തുക്കൾക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആവാസങ്ങൾ നശിച്ചു പോകുന്നത്. മണ്ണ് മലിനമാക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്ത് എഴുതൂ. ഇവിടെ എന്താണ്? കീടനാശിനി പ്രയോഗം കാണിച്ചു. അതുപോലെ എന്താണ്? പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് അല്ലേ? ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? കൃഷിയിടങ്ങളിൽ അമിതമായി കീടനാശിനി ഉപയോഗിക്കുന്നത്. പിന്നെയോ അമിതമായ രാസവള പ്രയോഗം. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം? വ്യാവസായിക പ്രവർത്തനങ്ങളില്ലേ? അതുപോലെ എന്താണ്? നിർമ്മാണ പ്രവർത്തനങ്ങൾ. എന്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ? നമ്മൾ കുന്നും പാടമൊക്കെ ഇടിച്ചു നിരത്തി അവിടെ ബിൽഡിങ്ങുകളൊക്കെ കയറ്റുക അല്ലേ? അതൊക്കെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിലെ പാറക്കെട്ടുകളൊക്കെ പൊട്ടിച്ച് ഇതൊക്കെ എന്താണ്? മണ്ണ് മലിനമാക്കുന്ന പ്രവർത്തനങ്ങളാണ് അല്ലേ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ. പിന്നെ വ്യാവസായിക പ്രവർത്തനങ്ങൾ, നമ്മൾ ഫാക്ടറികളിൽ നിന്നൊക്കെയുള്ള മാലിന്യങ്ങൾ, പുകയായിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴുകുന്ന മലിനജലം ആയിക്കോട്ടെയൊക്കെ മണ്ണിലേക്ക് കടത്തിവിടുമ്പോൾ മണ്ണ് മലിനമായി പോകുന്നുണ്ട്. മണ്ണ് മലിനീകരണം ആവാസ വ്യവസ്ഥയെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നു? ചർച്ച ചെയ്ത് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. എങ്ങനെയാണ് മണ്ണ് മലിനീകരണം ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നത്? മണ്ണിൽ ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട് അല്ലേ? ജീവിക്കുന്ന ജന്തുക്കളും മാളങ്ങളിലൊക്കെ ആയിട്ട് അവയൊക്കെ ചത്തൊടുങ്ങൂല്ലേ? അവർ നശിച്ചു പോകും. ഇതുപോലെ നമ്മുടെ പരിസരത്ത് എന്തെല്ലാമാണ് മലിനമാക്കപ്പെടുന്നത്? എന്തെല്ലാമാണ്? വായു, അതുപോലെ ജലം അല്ലേ? അതൊക്കെ എന്താണ്? മലിനമാക്കപ്പെടുന്നുണ്ട് അല്ലേ? ചിത്രങ്ങൾ നിരീക്ഷിച്ച് വായു മലിനീകരണ സന്ദർഭങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തൂ. ഇവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ്? ഫസ്റ്റ് പിക്ചറിൽ എന്താ നോക്കൂ? പാചകം ചെയ്യാണല്ലേ? വിറകടുപ്പിൽ പാചകം ചെയ്യുമ്പോൾ എന്താണ്? അന്തരീക്ഷത്തിലേക്ക്, നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പുക ഉയരുന്നത് നിങ്ങൾ കണ്ടില്ലേ? വിറകടുപ്പിൽ നിന്ന് കത്തിക്കുമ്പോൾ പുക ഉയരുന്നത്. പിന്നെ അതുപോലെ രണ്ടാമത്തെ ചിത്രം എന്താണ്? അതൊരു ഫാക്ടറികളിൽ നിന്നുള്ള പുകയാണല്ലേ? വിഷപ്പുകകളാണത് അല്ലേ? ഇനി മൂന്നാമത്തത് കാട്ടുതീയാണ്. 4 എന്താണ്? കീടനാശിനി പ്രയോഗമാണല്ലേ? വായു മലിനീകരണം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാമെന്ന് ചർച്ച ചെയ്തെഴുതൂ. വായു മലിനീകരണം നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഓരോ വർഷവും വായു മലിനീകരണം മൂലം വിവിധ രോഗങ്ങൾ ബാധിച്ച് ഏകദേശം 70 ലക്ഷം മനുഷ്യർ ലോകത്ത് മരിക്കുന്നുണ്ട്. മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെയും സസ്യങ്ങളെയും വായു മലിനീകരണം ദോഷകരമായി ബാധിക്കും. കാർഷിക വിളകൾ കുറയുന്നത്, ആസിഡ് മഴ, ആഗോളതാപനം, ഓസോൺ പാളിയുടെ നാശം എന്നിവയെല്ലാം വായു മലിനീകരണത്തിൻ്റെ ദോഷഫലങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് വായു മലിനീകരണത്തിൻ്റെ ദോഷങ്ങൾ? അത് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തിന് വായു മലിനീകരണം ബാധിക്കുന്നത്? എങ്ങനെയാണ്? നമ്മുടെ അന്തരീക്ഷത്തിലെ അല്ലേ, നമ്മുടെ ഫാക്ടറികളിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന വിഷപ്പുകകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ കലർന്നിട്ട് അത് നമ്മൾ ശ്വസിക്കുന്നതിലൂടെയാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്. ഇത് നമ്മൾ മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളെയും സസ്യങ്ങളെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ കാർഷിക വിളകൾ കുറയുന്നത്, ആസിഡ് മഴ. എന്താണ് ആസിഡ് മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ കത്തിക്കുമ്പോൾ വിഷപ്പുകകളൊക്കെ അന്തരീക്ഷത്തിൽ ഉയർന്നു കഴിഞ്ഞിട്ട് സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് തുടങ്ങിയ ആസിഡുകൾ ഫോം ചെയ്യും. ഇതൊക്കെ നിങ്ങൾ വലിയ കുട്ടികളാകുമ്പോൾ കൂടുതൽ പഠിക്കും അതിനെക്കുറിച്ച്.
അപ്പോൾ അങ്ങനത്തെ ആ കെമിക്കലുകൾ എന്താണ് അന്തരീക്ഷത്തിൽ പടർന്നിട്ട് അത് ആ മഴയുടെ കൂട്ടത്തിൽ പെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ആസിഡ് മഴ എന്ന് പറയുന്നത്. ആഗോളതാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭയങ്കര ചൂടായിരിക്കില്ലേ. നമ്മൾ പ്ലാസ്റ്റിക്കുകളൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ ഭയങ്കരമായിട്ട് ചൂട് വരും അല്ലേ. നമ്മൾ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നത് കൊണ്ട് മാത്രമല്ല നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ AC, റെഫ്രിജറേറ്റർ തുടങ്ങിയവയിൽ നിന്നും പുറന്തള്ളുന്ന ചൂട്, ഇതൊക്കെ കൂടെയാണ് നമ്മുടെ ആഗോളതാപനങ്ങൾക്ക് കാരണമാകുന്നത്. ഇനി ഓസോൺ പാളിയുടെ നാശം. നമ്മുടെ ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിലുള്ള ഒരു പാളിയാണ് ഓസോൺ പാളി അല്ലേ. സെപ്റ്റംബർ 16 നമ്മൾ ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട് അല്ലേ. എന്താണ് ആ ഓസോൺ പാളി നമ്മുടെ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിലേക്ക് പതിക്കാതെ നമ്മളെ സംരക്ഷിക്കുന്നതാണ്. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന ഭൂമിയുടെ കുടയാണ് അല്ലേ ഓസോൺ പാളി. ഈ നമ്മൾ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ അതിൽ നിന്നും പുറന്തള്ളുന്ന വിഷപ്പുകകൾ ഈ ഓസോൺ പാളികളിൽ വിള്ളലേൽപ്പിക്കും. അത് നമ്മുടെ ഭൂമിയിലേക്ക് അൾട്രാ വയലറ്റ് രശ്മികൾ പതിക്കാനൊക്കെ കാരണമാവും. ഇതൊക്കെയാണ് വായു മലിനീകരണം കൊണ്ട് നമുക്കുണ്ടാവുന്ന ദോഷങ്ങൾ അല്ലേ. പിന്നെന്താണ്, അപ്പോൾ വായു മലിനീകരണത്തിൻ്റെ ദോഷങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. 2 ചിത്രങ്ങളുണ്ട് അല്ലേ. എന്താണ്, ഒരു ബോട്ട് പോകുന്നുണ്ടല്ലേ, വെള്ളത്തിലൂടെ ബോട്ട് പോകുന്നുണ്ട്. പിന്നെന്താണ്, ഒരു മലിനമായ വെള്ളം എന്താണ് നമ്മുടെ പുഴയിലേക്ക് ഒഴുക്കി വിടുന്നതിൻ്റെ ചിത്രമാണല്ലേ കാണുന്നത്. ജലം മലിനമാകുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? ജലം മലിനമാകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇതുപോലെ വാഹനങ്ങളിലെ ഇതുപോലെ ബോട്ട്, കപ്പൽ, ഇങ്ങനത്തെ ഇന്ധനങ്ങളുള്ള വാഹനങ്ങൾ ജലത്തിലൂടെ പോകുമ്പോൾ അതിൽ നിന്നുള്ള ഓയില് നമ്മുടെ വെള്ളത്തിലേക്ക് പടരാനും അതിലുള്ള ജീവജാലങ്ങൾ നശിച്ചു പോകാനും വെള്ളം മലിനമാവാനുള്ളൊക്കെ സാഹചര്യമുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഫാക്ടറികളിൽ നിന്നൊക്കെ, അതുപോലെ വീടുകളിൽ നിന്ന്, ഹോട്ടലുകളിൽ നിന്ന്, അങ്ങനെയുള്ള അവിടെ നിന്നൊക്കെ പുറന്തള്ളുന്ന മലിനമായ ജലം നമ്മൾ എന്ത് ചെയ്യാണ്, പുഴയിലേക്കൊക്കെ ഒഴുക്കി വിടുകയാണല്ലേ. അപ്പോൾ എന്താ ചെയ്യും, ആ പുഴയിലുള്ള മീനുകളും ജന്തുക്കളൊക്കെ ചത്തൊടുങ്ങൂലേ. ഈ മലിനമായ ജലമല്ലേ നമ്മൾ പുഴയിലേക്ക്, ശുദ്ധമായ വെള്ളം അവർ കിട്ടാതെ ചത്തുപോകും. പിന്നെയോ, ജലം മലിനമാകുന്നത് ജീവികളെയും മനുഷ്യരെയും എങ്ങനെയെല്ലാം ബാധിക്കും? ഇപ്പം നമ്മൾ ഈ ബോട്ട് അതുപോലെ മലിനജലമൊക്കെ ഈ നദികളിലൂടെ ആവുമ്പോഴുള്ള പ്രശ്നം നമ്മളിപ്പോൾ പഠിച്ചു. അത് ജീവികളെ പോലെ മനുഷ്യരെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മളിപ്പോൾ പുഴയിലെ മീനുകളൊക്കെ ചത്തൊടുങ്ങുമെന്ന് പറഞ്ഞുല്ലേ. അതുപോലെ ഇനി മൃഗങ്ങൾ, മറ്റ് ജീവികൾ, ഈ മത്സ്യങ്ങളല്ല, ജലത്തിൽ ജീവിക്കുന്നവയല്ലാത്തവയെ എന്താണ്, നമ്മളെ പുഴയിൽ നിന്നൊക്കെ വെള്ളം കുടിക്കുന്ന ജീവികളുണ്ടല്ലേ, അവരൊക്കെ ചത്തൊടുങ്ങും. അതുപോലെ തന്നെയാണ് മനുഷ്യരില്ലേ. നമ്മുടെ ഈ പുഴയിൽ നിന്നൊക്കെയുള്ള വെള്ളമാണ് കിണറുകളിലേക്കും അതുപോലെ ഒരുപാട് വാട്ടർ സോഴ്സസ് ആയിട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. അതെന്താണ്, അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കും ഒരുപാട് അസുഖങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെന്താണ്, കുടിവെള്ള ക്ഷാമം ഉണ്ടാവൂലേ, നമുക്കത് കുടിക്കാൻ പറ്റില്ലല്ലേ. അതുകൊണ്ട് എന്താണ്, മനുഷ്യരെ പോലെ തന്നെ ജീവികളെയും അത് കുടിവെള്ളം ക്ഷാമത്തിന് ഇരയാക്കും. ഇനി ഇവിടെ താഴെ തന്നിട്ടുള്ള ബോക്സിൽ എന്താ പറയുന്നത്, വിവിധ ജൈവ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം മൂലം ജലം മലിനമാകുന്നു. മലിനജലം വിവിധ ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടാക്കുന്നു. വ്യവസായശാലകളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കീടനാശിനികൾ, മറ്റു രാസവസ്തുക്കൾ, പെട്രോളിയം എന്നിവ ജലമലിനീകരണത്തിന് കാരണമാകുന്നു. ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് മലിനീകരണം മൂലമാണ്. ഇത് ജലത്തിൽ വസിക്കുന്ന ജീവികളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞതില്ലേ. എന്താണ്, നമ്മളെ ഈ മലിനജലം അതുപോലെ വാഹനങ്ങളിൽ നിന്നുള്ള ഓയില് കാര്യങ്ങളൊക്കെ പുറത്തു വിടുമ്പോൾ അതിലുള്ള ജീവികളും ചത്തൊടുങ്ങും. അതുപോലെ ഇത് മനുഷ്യരും വെള്ളം കുടിക്കുന്നതിലൂടെ അതിൻ്റെ സാന്നിധ്യത്തിലൂടെ നമുക്കൊരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും.
നെക്സ്റ്റ് എന്താണ്? ആദിയുടെ ഡയറിക്കുറിപ്പ് വായിക്കാം. കലിതുള്ളിയ പ്രകൃതി അല്ലേ? ആദ്യം എഴുതിയ ഡയറിയാണ് അല്ലേ? 30/7/2024 ആദ്യം എഴുതിയ ഡയറിക്കുറിപ്പാണ് നമ്മൾ വായിക്കുന്നത്. കുന്നിൻ ചെരുവിലായിരുന്നു ഞങ്ങളുടെ വീട്. നന്നായി മഴ കിട്ടുന്ന പ്രദേശമാണ് ഞങ്ങളുടേത്. ഇടവപ്പാതി തോരാതെ പെയ്യുന്നുണ്ട്. ശക്തമായ മഴയാണ്. പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ വീട്ടിൽ വെള്ളം കയറും. സന്ധ്യയായപ്പോൾ തീവ്രമായ മഴ തുടങ്ങി. വൈദ്യുതിയുമില്ല. മഴ തുടർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു. അപകട മുന്നറിയിപ്പുകൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെ വളർത്തുമൃഗങ്ങൾ അസ്വസ്ഥരായി ശബ്ദമുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപകടം മനസ്സിലാക്കി അച്ഛനും അമ്മയും ഞങ്ങളെ അല്പം ദൂരെയുള്ള ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മഴയ്ക്ക് ശമനമില്ല. ഞങ്ങൾ ഉറക്കത്തിലായി. പുലർച്ചെയാണ് ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത ഞങ്ങൾ കേട്ടത്. ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരണപ്പെട്ടു. ആ വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ സംഹാരശക്തിയിൽ ഞങ്ങളുടെ വീടും വിദ്യാലയവും കുറേ കൂട്ടുകാരും ബന്ധുക്കളും ഒരു ഗ്രാമം തന്നെയും പൂർണ്ണമായും ഇല്ലാതായി. ആദിയുടെ ഡയറി കുറിപ്പാണ് അല്ലേ? ആദി മഴക്കാലത്ത് അവർക്കുണ്ടായ ആ ഉരുൾപൊട്ടലിൻ്റെ അനുഭവമാണ് പങ്കുവച്ചിട്ടുള്ളത് അല്ലേ ഡയറിയിൽ. നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടാവൂലേ? കഴിഞ്ഞ വർഷം നമ്മുടെ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമലയിൽ ഉരുള് പൊട്ടിയതിൻ്റെ ചിത്രങ്ങളാണല്ലേ ഇത് കാണുന്നത്. നിങ്ങളിതൊക്കെ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവൂലേ? ആദിയുടെ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. പ്രകൃതി ദുരന്തങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകാറില്ലേ? നിങ്ങൾക്കറിയാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഏതെല്ലാം കണ്ടെത്തി എഴുതൂ. ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? ഉരുൾപൊട്ടൽ, ഭൂകമ്പം, കാട്ടുതീ, പിന്നെ നമുക്ക് ഏതൊക്കെ കൊടുക്കാം? മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, വരൾച്ച, അതുപോലെ ചുഴലിക്കാറ്റ്, സുനാമി. ഇതൊക്കെ എന്താണ്? പ്രകൃതി ദുരന്തങ്ങളാണ് അല്ലേ? പ്രകൃതി ദുരന്തങ്ങൾ പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും വലിയ നാശനഷ്ടമുണ്ടാക്കുന്നു. സ്വാഭാവിക കാരണങ്ങളാലോ മനുഷ്യൻ്റെ ഇടപെടൽ വഴിയോ പ്രകൃതി ദുരന്തമുണ്ടാകാം. എങ്ങനെയാണ് പ്രകൃതി എങ്ങനെയാണ് സ്വാഭാവിക പ്രകൃതിക്ക് എങ്ങനെയാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നത്? ഈ ഉരുൾപൊട്ടലൊക്കെ നമ്മുടെ ഭൂമിക്ക് താങ്ങാവുന്നതിലേറെ നമ്മൾ ഈ പാറയൊക്കെ ഉണ്ടല്ലേ അതൊക്കെ പൊട്ടിക്കുക, നമ്മൾ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ കയറ്റുക, മണ്ണിടിച്ച് നിരത്തുക, ഇതൊക്കെ ചെയ്താലാണ് പ്രകൃതി അതിന് സ്വയം പ്രതികരിക്കില്ലേ. അങ്ങനെയാണ് നമുക്ക് മനുഷ്യൻ്റെ ഇടപെടൽ വഴി ഉണ്ടാവുന്ന പ്രകൃതി ദുരന്തം. അല്ലാതെ നമുക്ക് ഈ മഴ മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കം ഇതൊക്കെ എന്താണ്? സ്വാഭാവിക കാരണങ്ങളാണല്ലേ. ഇനി താഴെ എന്താണ്? കൊളാഷ് വായിക്കൂ. ആണ് കൊളാഷിൽ കാണുന്നത്. കണ്ണൂരിലും കോഴിക്കോട്ടും റെഡ് അലേർട്ട്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴ. വയനാട്ടിൽ റെഡ് അലേർട്ട്. 8 ജില്ലകൾക്ക് ഓറഞ്ച്, 2 ജില്ലകൾക്ക് യെല്ലോ. മഴ കനക്കും. 3 ജില്ലകൾക്ക് റെഡ് അലേർട്ട്. ഈ മുന്നറിയിപ്പുകൾ എന്തിനെക്കുറിച്ചുള്ളതാണ്? മഴയെക്കുറിച്ചുള്ളതാണല്ലേ. മഴയിൽ നമ്മൾക്ക് ഓരോ ജില്ലയ്ക്കും ഓരോ ശക്തിയായ മഴ ലഭിക്കുന്നതിന് ഓറഞ്ച്, റെഡ്, ഗ്രീന്, യെല്ലോ എന്ന അലേർട്ടുകൾ പ്രഖ്യാപിക്കാറുണ്ട് അല്ലേ. വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ലഭിച്ചാൽ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം? കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. എന്തൊക്കെയാണ്? നമ്മൾ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറണം അല്ലേ. വെള്ളം പൊങ്ങാത്ത ഉയരത്തിലുള്ള ഒരു സ്ഥലത്തിലേക്ക് മാറണം. പിന്നെ അങ്ങനെ അല്ലെ ബന്ധു വീട്ടിലേക്ക് പോകണം. അങ്ങനെയൊന്നും ഇല്ലാത്തവരെന്ത് ചെയ്യണം? ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടാവില്ലേ. നമ്മുടെ സർക്കാരും പഞ്ചായത്തുകളൊക്കെ നമുക്ക് സുരക്ഷിതമായ ഒരിടം നൽകൂലേ, അവിടേക്ക് മാറണം അല്ലേ. പിന്നെ നമുക്ക് ആവശ്യമായ നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കരുതണം. നെക്സ്റ്റ് പേജിൽ എന്താ ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്? പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകാൻ സംവിധാനങ്ങൾ നിലവിലുണ്ട്. മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മുൻകരുതലുകൾ എടുത്താൽ ജീവനും പരിസ്ഥിതിക്കും സംരക്ഷണം നൽകാൻ കഴിയും അല്ലേ. നമ്മൾ വെള്ളപ്പൊക്കം, അവിടെ വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ മാറി സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റൂലേ. ഇനി ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം. കരയിലും കടലിലുമുള്ള എണ്ണമറ്റ ജീവികൾ, അവ പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന കാഴ്ച എത്ര മനോഹരം. ജീവികൾ അവയുടെ ഭക്ഷണവും വാസസ്ഥലവും കണ്ടെത്തുന്നത് ആവാസ വ്യവസ്ഥയിൽ നിന്നാണ്. ആവാസ വ്യവസ്ഥകളാണ് ജീവൻ്റെയും ജൈവ വൈവിധ്യത്തിൻ്റെയും നിലനിൽപ്പിന് ആധാരം. ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം നമ്മുടെ കടമയാണ്. ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കുചേരാം.
ഇവിടെ കുട്ടികളെന്താണ് അവിടെ എഴുതി പിടിച്ചിട്ടുള്ളത് കയ്യിൽ? നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി, നാം തന്നെ സംരക്ഷകർ, പാലിക്കാം നമുക്ക് ഹരിതചട്ടങ്ങൾ, അല്ലേ? നമ്മുടെ ആവാസ വ്യവസ്ഥയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റൂലേ? എങ്ങനെയൊക്കെയാണ്? നമ്മുടെ മണ്ണ്, അതുപോലെ വായു, ജലം ഇതൊക്കെ മലിനമാക്കാതെ ജീവികളെയൊക്കെ സംരക്ഷിച്ച് അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം? നമുക്കും നല്ല സുരക്ഷിതമായി നമ്മുടെ ഭൂമിയിൽ ജീവിക്കാം, അല്ലേ? നമ്മൾ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളില്ലേ നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുന്ന ഹീനമായ പ്രവർത്തനങ്ങളൊക്കെ കുറയ്ക്കുക, അല്ലേ? നിങ്ങളൊക്കെ ഇപ്പോൾ കുട്ടികളാണല്ലേ? നമ്മൾ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തു പോന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്കും വരും തലമുറയ്ക്കും നമ്മുടെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും, അല്ലേ? ഇനി എന്താണ്? വിലയിരുത്താം. ആദ്യത്തെ പ്രവർത്തനം എന്താണ്? ജീവികളെ അവയുടെ ആവാസവുമായി ബന്ധിപ്പിക്കുക. ഇവിടെ ജീവി അതുപോലെ ആവാസം തന്നിട്ടുണ്ടല്ലേ? ജീവിയിൽ തിമിംഗലം, പെൻഗിൻ, പുള്ളിമാൻ, ഒട്ടകം. ഇനി ആവാസം വനം, സമുദ്രം, മരുഭൂമി, ധ്രുവപ്രദേശം. ഇവയുടെ ആവാസം ഏതാണ് എന്നുള്ളതിന് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണല്ലേ? തിമിംഗലം എവിടെയാണ്? സമുദ്രത്തിലാണല്ലേ? പെൻഗിൻ ധ്രുവപ്രദേശം, പുള്ളിമാൻ വനം, ഒട്ടകം എവിടെയാണ്? മരുഭൂമി. ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്താണ് നോക്കൂ. നിങ്ങളുടെ പ്രദേശത്തെ ഒരു ആവാസ വ്യവസ്ഥ സന്ദർശിച്ച് അവിടെ കാണപ്പെടുന്ന ജീവികളുടെ പേരെഴുതുക. അവയുടെ പരസ്പരാശ്രയത്വം കണ്ടെത്തൂ. നമ്മൾ നിങ്ങളുടെ പ്രദേശത്ത് കുളോ തോടോ പൂന്തോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സന്ദർശിച്ചിട്ട് അവിടെയുള്ള ജീവികളുടെ പേരെഴുതുക. എന്നിട്ട് അവരെങ്ങനെയാണ് പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നതെന്ന് എഴുതാനാണ് പറയുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെ വർക്ക് നോക്കൂ. താഴെ കാണുന്ന ജീവികളെ അവയുടെ അനുകൂലനവുമായി വരച്ച് യോജിപ്പിക്കൂ. ഇങ്ങനെയാണ് അനുകൂലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവയ്ക്ക് ജീവിക്കാൻ അവയുടെ ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് അവയെ ജീവിക്കാൻ സഹായിക്കുന്നത്, അല്ലേ? അതാണ് അവയുടെ അനുകൂലനം, അല്ലേ? എങ്ങനെയാണ്? ഇവിടെ ആദ്യത്തെ ചിത്രം ആരുടേതാണ്? തവളയുടേതാണല്ലേ? ഫ്രോഗിൻ്റെ ആണ്. ഇവിടെ പിന്നെ മീനുണ്ട്, പിന്നെ ആമ്പലുണ്ട്, ഒട്ടകമുണ്ട്, പിന്നെ ഒരു കള്ളിമുൾച്ചെടി കൂടെ ഉണ്ട്, അല്ലേ? ഇനി ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ചെകിളപ്പൂക്കളുടെ സഹായത്തോടെ ശ്വസിക്കുന്നു. നമ്മൾ പഠിച്ചൂലേ? ഈ പാഠം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പഠിച്ചൂലേ? ചെകിളപ്പൂക്കളിലൂടെ ശ്വസിക്കുന്നത് ആരാണ്? മീനാണ്, അല്ലേ? പിന്നെ ഇലകൾക്ക് മെഴുകു പോലുള്ള വസ്തുവിൻ്റെ ആവരണമുണ്ട്. നമ്മൾ പഠിച്ചു, അതും ആരാണ്? ആമ്പലാണല്ലേ? ത്വക്കിലൂടെ ശ്വസനം നടത്തുന്നു. ആരാണ്? തവള. ഇനി കാണ്ഡത്തിൽ അഥവാ തണ്ടിൽ ജലം ശേഖരിച്ചു വെക്കാൻ കഴിയുന്നു. ആരാണ്? കള്ളിമുൾച്ചെടിയാണല്ലേ? നമ്മുടെ മരുഭൂമിയിലാണ് അത് ഉണ്ടാവുന്നത്. ഇനി മണലിൽ പുതഞ്ഞു പോകാത്ത പരന്ന പാദങ്ങളുണ്ട്. ആർക്കാണ്? ഒട്ടകം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി തുടർ പ്രവർത്തനം നോക്കൂ. ആദ്യത്തെ പ്രവർത്തനം എന്താണ്? നിങ്ങളുടെ വീട്ടിലെയും അയൽപക്കത്തെ 5 വീടുകളിലെയും മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ച വിവരങ്ങൾ താഴെ നൽകിയ ഫോർമാറ്റിൽ ശേഖരിക്കൂ. ഗ്രൂപ്പ് റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പോൾ നിങ്ങളുടെ വീടും അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള 5 വീടുകളിലെ മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ച വിവരങ്ങൾ താഴെ നൽകിയ ഫോർമാറ്റിൽ വിവരം ശേഖരിക്കാനാണ് പറയുന്നത്. എങ്ങനെയാണ്? വീട്ടുപേര് അഥവാ നമ്പർ, ഇനി സന്ദർശിച്ച തീയതി, സമയം, വീട്ടുടമയുടെ പേര്, ഇതാദ്യം എഴുതുക. ഇനി ഇവിടെ താഴെ ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഇനങ്ങൾ, അതുപോലെ അവ സംസ്കരിക്കുന്ന രീതി. ഇനി ആദ്യത്തേത് ജൈവ മാലിന്യമാണ്. പറമ്പിൽ കുഴിച്ചിടുന്നു, റോഡിലേക്ക് വലിച്ചെറിയുന്നു, പൈപ്പിൽ കമ്പോസ്റ്റിൽ നിക്ഷേപിക്കുന്നു, കമ്പോസ്റ്റ് പിറ്റിൽ നിക്ഷേപിക്കുന്നു, ബയോപിനിൽ ഇടുന്നു, ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കുന്നു, ജന്തുക്കൾക്ക് നൽകുന്നു, മറ്റു രീതികൾ. ഇനി അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്താ ചെയ്യുന്നത് നോക്കാം. ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്നു. എന്താണ്? ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്നു അഥവാ മണ്ണിൽ കുഴിച്ചിടുന്നു, സസ്യങ്ങൾ നടാൻ ഉപയോഗിക്കുന്നു, അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുന്നു, പരിസരത്ത് വലിച്ചെറിയുന്നു, ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയുന്നു, കത്തിച്ച് കളയുന്നു, മറ്റു രീതികൾ. അപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇതിലേത് രീതിയിലാണ് അവർ സംസ്കരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ടിക്ക് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്.
പിന്നെ മൂന്നാമത്തത് ജലമാലിന്യമാണ് അല്ലേ. ജലമാലിന്യം പറമ്പിലെ കൃഷിക്ക് ഉപയോഗിക്കുന്നു, സോക്ക് പിറ്റിലേക്ക് ഒഴുക്കുന്നു, ഓടയിലേക്ക് ഒഴുക്കുന്നു, ജലാശയങ്ങളിലേക്ക് ഒഴുക്കുന്നു, മറ്റു രീതികൾ അല്ലേ. അപ്പോൾ ഇതിലേതാണ് അവരെ ജലമാലിന്യം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിന് നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് ചോദിച്ചിട്ട് ടിക്ക് ചെയ്യുക. അവരുടെ ജൈവ മാലിന്യം ഈ പറഞ്ഞതിൽ ഏത് രീതിയിലാണ് അവർ സംസ്കരിക്കുന്നത്, അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യം ഏത് രീതിയിലാണ് സംസ്കരിക്കുന്നത്, അതുപോലെ ജലമാലിന്യം അവർ ഏത് രീതിയിലാണ് സംസ്കരിക്കുന്നത് എന്നുള്ളതിന് അവരോട് ചോദിച്ചിട്ട് ടിക്ക് ചെയ്തിട്ട് അവരുടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുമല്ലോ അല്ലേ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, കരയിലും ജലത്തിലും ജീവിക്കുന്ന ജീവികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കൂ. നമ്മൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞുല്ലേ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളുണ്ടെന്ന്, അവയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. അവയുടെ ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള എന്താണ് ചാപ്റ്ററിൻ്റെ പേരെല്ലാവരും മറന്നുപോയോ? എല്ലാവരും ഉച്ചത്തിൽ പറയൂ. ജീവികളും ചുറ്റുപാടും അല്ലേ. ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവികളും ചുറ്റുപാടും എന്നതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മുടെ ഭൂമിയിൽ നമ്മൾ മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന ജീവികളും അതുപോലെ അവ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതും, പിന്നെ നമ്മുടെ ഭൂമി എങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും, എങ്ങനെയാണ് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള ദോഷഫലങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കിയില്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയരുത്. പിന്നെയോ നമ്മൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത് അല്ലേ. നിങ്ങൾക്ക് കഴിയാവുന്ന മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക അല്ലേ. നമ്മളെ പോലെ തന്നെ, മനുഷ്യരെ പോലെ തന്നെ ഒരുപാട് ജീവജാലങ്ങൾ നമ്മുടെ ഭൂമിയിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താണ് ഒരു ആപത്തും വരാതെ നമ്മൾ കാരണം, നമ്മൾ മനുഷ്യർ കാരണം മറ്റു ജീവികൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റില്ലേ, നമ്മുടെ ചുറ്റുപാടും രക്ഷിച്ചെടുക്കാൻ പറ്റില്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിലൂടെ പഠിച്ചതല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിലും കൂടിയും പകർത്താൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ ഭൂമിയെ രക്ഷിക്കാൻ പറ്റില്ലേ. നമ്മുടെ ഭൂമിയെ രക്ഷിച്ച് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.